ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്കിൻ്റെ ഓയിൽ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് ഊരുക, 10 mm റെഞ്ച് വെച്ച് ഇത് സീറ്റ് അഴിക്കുക. അത് അഴിച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ഊരിപ്പോരും. ബാക്കി പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ട് ഊരിയെടുക്കുക. എയർ ഫിൽറ്റർ കംപ്ലീറ്റ് ക്ലീനായി ഡ്രൈ ആയി എന്ന് ഉറപ്പ് വന്നിട്ട് മാത്രമേ വണ്ടി യൂസ് ചെയ്യാമോ. ബോക്സ് ഇങ്ങനെ ഊരിയെടുക്കുക. എയർ ഫിൽറ്റർ ബോക്സ് ഇങ്ങനെ എടുക്കുക. എയർ ഫിൽറ്റർ ബോക്സ് പോകുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം എയർ ഫിൽറ്റർ ബോക്സ് എന്തോരം ഡേർട്ടിയാന്നുള്ളത്. ഉണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ ഫുൾ ഡേർട്ട്സാണ്. നമുക്ക് ആദ്യം ഒരു ബ്രഷ് വെച്ച് ഈ ബോക്സ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, നമുക്കിതിപ്പോൾ ക്ലീൻ ചെയ്യാം. ലൂസ് ഡേർട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്യണത്. ഇതിൻ്റെ ക്ലീനിങ് ഏകദേശം ലൂസ് ഡേർട്ട് ക്ലീൻ ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ക്ലീനിങ് കിറ്റ് എടുത്തുകൊണ്ട് വരാം. ഇതാണ് എയർ ഫിൽറ്റർ ക്ലീനർ എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് ക്യാൻഡൻ്റെ. അപ്പോൾ ഇതൊരു റീചാർജ് കിറ്റ് എന്ന് പറഞ്ഞാണ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് നമ്മളുടെ കല്ലൂരുള്ള ഓട്ടോ ക്വീനിൽ നിന്നാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അല്ല, ഉള്ളിലല്ല, പുറം ഭാഗത്ത് സ്പ്രേ നല്ലോണം അടിക്കുക. ഞാനിപ്പോൾ ഒരു പേപ്പറിൻ്റെ മുകളിൽ തൽക്കാലം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇത് കണ്ടോ, അപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് എയർ ഫിൽറ്ററിൽ നിന്നുള്ള ഒരു ബ്ലാക്ക് കളറ് ഡേർട്ട് ലൂസായി ഇറങ്ങി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടൊരു 2-3 തവണ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ, സാധാ പ്രഷർ വാഷർ ഒന്നും വേണ്ട, സാധാ വെള്ളത്തിൽ ഒരു 2-3 തവണ റിൻസ് ചെയ്ത് നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇത് കണ്ടോ, അടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡേർട്ട് അതൊന്ന് വരുന്നുണ്ടോ. ഫിൽറ്റർ നമുക്ക് വിസിബിളി തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് മെഷൊക്കെ കുറച്ചും ക്ലീനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാകുന്ന ടൈമിനുള്ളിൽ നമ്മുടെ സ്കൂട്ടർ ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് റണ്ണിങ്ങിനിടാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ദിവസം എയർ ഫിൽറ്റർ ബോക്സ് തുറക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ ബോക്സ് തുറന്ന് വെക്കരുത്. ഒന്നില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കവർ വെച്ച് അടയ്ക്കുക. അൺപ്ലസ് ഫിൽറ്റർ വെച്ച് ഇത് ലോക്ക് ചെയ്യണവരെ എന്തെങ്കിലും ഒരു കവർ വെച്ച് ഇത് മൂടേണ്ടതാണ്. ഇല്ലെങ്കിൽ വെള്ളം എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങും. അത് റിസ്ക്കാണ്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ് നമുക്ക് റിൻസ് ചെയ്യാറായിട്ടുണ്ട്. സൈഡിൽ നല്ല മഴയാണ്. ഇവിടെയാണ് നമ്മുടെ പൈപ്പുള്ളത്. നൈസായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മഴ ദിവസമായതുകൊണ്ട് തന്നെ എയർ ഫിൽറ്റർ എത്ര പെട്ടെന്ന് ഉണങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റേ വെയിലത്തൊന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടിയാനെ. ഇതിപ്പോൾ നല്ല പുറത്ത് നല്ല എക്സ്റ്റേണൽ നോയ്സും ഉണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ഒന്ന് വാഷ് ചെയ്ത് അതൊന്ന് റിൻസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. എയർ ഫിൽറ്റർ ബോക്സ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുണ്ട കൊല്ലം കണ്ട എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ. പക്ഷേ എയർ ഫിൽറ്റർ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഉണ്ടോ, ഉള്ളിൽ കൂടെയൊക്കെ ചം ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെയാണ് എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യണത്. ഇനി ഇത് നമുക്ക് നാച്ചുറലി ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. മഴ രാവിലെ മുതലുള്ള മഴയിട്ടത് മാറിയിട്ടില്ല. അപ്പോൾ വെയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ എയർ ഫിൽറ്റർ നമുക്കത് എന്താ പറയുക, ഉണങ്ങി കിട്ടിയിട്ടില്ല. വെയിൽ കൊണ്ടിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ അത് ഉണങ്ങി കിട്ടിയാനെ. പക്ഷെ വെയിലല്ല, കംപ്ലീറ്റ് ആ ഒരു റെയിൻ ഇതായതുകൊണ്ട്, ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങനെ ഡ്രൈ ആവുന്നില്ല. അപ്പോൾ തിരിച്ച് വണ്ടിയൊക്കെ കയറ്റി ഉള്ളിലോട്ട് തന്നെ ഇട്ടു. ഞാൻ ഇത്ര നേരം വണ്ടി ഇവിടെ വെച്ചിരുന്നു, ഉണങ്ങുമെങ്കിൽ ചെയ്യാമെന്ന് വെക്കാനായിട്ട്.
കുടഞ്ഞു നോക്കിയപ്പോൾ നല്ലോണം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ തന്നെ വേണം നമ്മൾ എയർ ഫിൽറ്റർ വെക്കാനായിട്ട്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വണ്ടി സ്കൂട്ടറോട് വെച്ചു. ഇതിനകത്തിപ്പോൾ എയർ ഫിൽറ്റർ ബോക്സ് ഞാൻ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു, ഷീറ്റ് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ബൈക്ക് കവർ ചെയ്യണം. സൈഡിൽ നിന്ന് വെള്ളം മഴ അടിച്ച് കഴിഞ്ഞാലേ സൈഡ് വെള്ളമാവും. അപ്പോൾ ആയിരിക്കുന്നതാണ് നമ്മുടെ കവറ്. ഞാൻ കഴിഞ്ഞ ദിവസം റൈഡിൽ നിന്ന് ഒരു കവർ വാങ്ങിച്ചിരുന്നു. നല്ല നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങിച്ചാണ്. 699 രൂപ കിട്ടി. അപ്പോൾ വണ്ടി ഒന്ന് വേഗം കവർ ചെയ്യട്ടെ. ഓക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ ദിസ് ഡേ ടു എന്ന് പറയുമ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നമ്മുടെ എയർ ഫിൽറ്റർ ഇപ്പോൾ നാച്ചുറലി തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് എൻ്റെ റൂമിൽ വെച്ചപ്പോൾ എയർ ഫിൽറ്റർ നല്ലോണം ഡ്രൈ ആയി. നല്ലോണം കുടഞ്ഞു നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പിന്നെയും ട്രൈ ചെയ്യാൻ വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. ഓവറായിട്ട് അപ്ലൈ ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ എൻജിനിലേക്ക് സക്ക് ചെയ്യുന്നതിൻ്റെ പവർ കുറയും. അപ്പോൾ വണ്ടിക്ക് ഒരു പവർ ലോസോ മിസ്സിങ്ങോ വന്നേക്കാം. അപ്പോൾ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗണിൻ്റെ മുകളിൽ കൂടെ, ഈ ക്രൗൺസിൻ്റെ മുകളിൽ കൂടെ ലൈറ്റായിട്ട് ഒരു ലെയറാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു പേപ്പർ എന്തെങ്കിലും താഴെ വെക്കുക. താഴെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക വരുന്ന ഓയിലിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ലെയർ പിന്നെ തേച്ച് കൊടുക്കുക. ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ഡ്രൈ ആയിട്ടിരുന്നാൽ ഇതിൻ്റെ എയർ സക്ക് ചെയ്യുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടും. ക്രൗണിൻ്റെ മുകളിൽ കൂടെ ലൈറ്റായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എയറോസോൾ സ്പ്രേ ആയിട്ട് കിട്ടും. സ്പ്രേ ആണെങ്കിൽ ഇതേപോലെ തന്നെ സ്പ്രേ അടിക്കുന്ന പോലെ മാറ്റിപ്പിടിച്ച് നല്ലൊരു ലെയർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്ലീൻ ഭാഗത്തല്ല, ഈ ഭാഗത്താണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നല്ലോണം തന്നെ ഏകദേശം വെറ്റായിട്ടുണ്ട്. അത്രയും തന്നെ മതി. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യുക. നമ്മൾ ഒന്നുകൂടിയും ചെക്ക് ചെയ്യുക ക്രൗണൊക്കെ നല്ലോണം തന്നെ വെറ്റായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇത് ഈ മെറ്റീരിയൽ ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഉള്ളിലോട്ട് സ്വീപ്പ് ചെയ്ത് ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് വന്നോളും. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫുൾ സർവീസും ക്യാൻഡൻ്റെ ഒരു റീചാർജ് കിറ്റ് യൂസ് ചെയ്യുന്ന വീഡിയോ കാര്യവും പിന്നെ നമ്മളുടെ ആക്സസിൽ ഓയിൽ ചേഞ്ചും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മഴയായതുകൊണ്ടാണ് 2 ദിവസം എടുത്തത്. മഴയില്ലായിരുന്നെങ്കിൽ നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാമായിരുന്നു. ഒറ്റ ദിവസം വേണ്ട, ഒരു 4-5 മണിക്കൂർ കൊണ്ട് എയർ ഫിൽറ്റർ ക്ലീനായി നമുക്കത് ചേഞ്ച് ചെയ്യായിരുന്നു. ഇങ്ങനൊരു എന്താ പറയുക, മഴയൊരു ഫാക്ടർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസം എടുത്തത്. ഇപ്പോൾ ഈ ഒരു ഒറ്റ ദിവസം നൈറ്റ് എടുത്തത് എയർ ഫിൽറ്റർ നല്ലോണം ഡ്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും നേരം എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എനിക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വാങ്ങിച്ചിട്ട് 410 രൂപയായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് 1490 റീചാർജ് കിറ്റിൻ്റെ ക്യാൻഡൻ്റെ റീചാർജ് കിറ്റിന്. BMCയുടെ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് എഫിഷ്യൻ്റാണ്. സർവീസ് ചാർജിനും ലേബർ കോസ്റ്റിനുള്ള ആ ചാർജ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ റീചാർജ് കിറ്റ് നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഓട്ടോ കീയിൽ നിന്ന് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ എറണാകുളത്താണെങ്കിൽ വേറെ നമ്മളുടെ റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ മെയിൻ ആയിട്ടുള്ള ക്യാൻഡൻ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന മിക്ക ഷോപ്പുകളിൽ നിന്ന് തന്നെ ഈ റീചാർജ് കിറ്റ് അവൈലബിൾ ആണ്. ആമസോണിലെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഈ DIY വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഓരോ പുതിയ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദിസ് യുവർ സ്ലിപ്പർ ക്ലച്ച് സൈനിങ് ഓഫ്. ബൈ.